ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ ആണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോകാൻ വേണ്ടി വാടകക്കാരൻ, അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ചു നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമന്റും കിട്ടിയാൽ അവർക്കൊരു അടിത്തറ പാകാം, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കേണ്ടതുണ്ട്. കാരണം വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. കഴിയുന്നവരൊക്കെ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ, ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബു ഹിബ അഷ്റഫി പയ്യോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരുവട്ടൂരികൾ എന്ന ഇബ്ലീസ് ത്വരീഖത്തുകാർ എത്രത്തോളം പിഴച്ചുപോയി എന്നതിൻ്റെ ഉദാഹരണമാണ് നാം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ പിഴച്ച് വഹാബിസത്തിലേക്കും വഹാബിസത്തിൽ നിന്ന് യുക്തിവാദത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചകളാണ് നാം കാണുന്നത്. ദയനീയമായ കാഴ്ചയെന്ന് ഞാൻ പറയാൻ കാരണം, കുരുവട്ടൂരികൾ അഥവാ ഇബ്ലീസ് ത്വരീഖത്തുകാർ നമ്മുടെ സഹോദരങ്ങളായിരുന്നു, നമ്മോടൊരുമിച്ച് പ്രവർത്തിച്ചവരായിരുന്നു. അവരാണിപ്പോൾ ഒരു ത്വരീഖത്തിന്റെ പേരിൽ പിഴച്ചു പോയിരിക്കുന്നത്. കുരുവട്ടൂരുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഇബ്ലീസ് ത്വരീഖത്തുകാർ ഇബ്ലീസിനെ മഹാനായി അവരോധിക്കാനും അവരുടെ ഷെയ്ഖായി പ്രതിഷ്ഠിക്കാനുമുള്ള തന്ത്രപ്പാടിലാണ്. അത് ഇബ്ലീസിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇബ്ലീസ് ത്വരീഖത്തുകാരായ ഈ കുരുവട്ടൂരികൾ വഹാബിസത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇവരുടെ പല പ്രഭാഷണങ്ങൾ കൊണ്ടും നാം അവരെ ബോധ്യപ്പെടുത്തി. ഒന്നുകൂടി ബോധ്യപ്പെടുന്നതാണ് നിങ്ങളെ ഞാനിപ്പോൾ കേൾപ്പിക്കാൻ പോകുന്ന ഇബ്ലീസ് ത്വരീഖത്തുകാരുടെ മുഖ്യ കോളാമ്പിയായ നൗഷാദിന്റെ പ്രഭാഷണം. വഹാബികളോട് നിങ്ങൾ അബൂജഹൽ വിശ്വസിച്ച അള്ളാഹുവിലാണോ അഥവാ മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ച അള്ളാഹുവിലാണോ, അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിലാണോ വിശ്വസിക്കുന്നത് എന്ന് വഹാബികളോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ അബൂജഹൽ വിശ്വസിച്ച മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ച അള്ളാഹുവിലാണ് വിശ്വസിക്കുന്നതെന്ന്. അതേ വാദത്തിലേക്കാണ് കുരുവട്ടൂരികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്ലീസ് ത്വരീഖത്തുകാരും പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്ന അള്ളാഹുവിന് പെൺമക്കൾ ഉണ്ടായിരുന്നു. മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നതും പറഞ്ഞു പോന്നിരുന്നതും. അത് നമുക്ക് സൂറത്ത് സുഹ്റുഫിലെ 19-ാമത്തെ ആയത്ത് പരിശോധിച്ചാൽ കാണാവുന്നതാണ്. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതിയതായി കാണാം.
കാര്യം യഥാവിധി മനസ്സിലാക്കിയ പണ്ഡിതന്മാർ പറയുന്നു, ഈ പ്രസ്താവനയിൽ 3 ഭാഗത്തിലൂടെ സത്യനിഷേധികൾ കാഫിറായിരിക്കുന്നു. 1, അള്ളാഹുവിന് സന്താനത്തെ സ്ഥിരപ്പെടുത്തൽ. 2, ആ സന്താനം പെണ്ണാണെന്ന് പറയൽ. 3, മലക്കുകൾ പെണ്ണാണെന്ന് പറയൽ. അപ്പോൾ മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിന് സന്താനത്തെ സ്ഥിരപ്പെടുത്തിയിരുന്നു. ആ സന്താനം പെണ്ണാണെന്നവർ പറയുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു. മലക്കുകൾ പെണ്ണാണെന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കാഫിറുകളാണ് എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ വിശദീകരിക്കുന്നത്. സുന്നികളെ കാഫിറും മുശ്രിക്കുമാക്കാൻ വേണ്ടി ഈ അള്ളാഹുവിലാണ് വഹാബികളും വിശ്വസിക്കുന്നത് എന്നാണ് വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുരുവട്ടൂരികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്ലീസു തരീഖത്തുകാരും ഇതേ നിലപാട് തന്നെയാണ്. സുന്നികളെ കാഫിറും മുശ്രിക്കുമാക്കാൻ വേണ്ടി സുന്നികൾ യഥാർത്ഥ തൗഹീദല്ല എന്ന് വാദിക്കാൻ വേണ്ടിയാണ് ഇബ്ലീസു തരീഖത്തുകാരും ഇതേ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തിലൂടെ അള്ളാഹുവിന് സന്താനങ്ങളില്ല, അള്ളാഹു സന്താനോൽപാദനം നടത്തിയിട്ടില്ല എന്നും അള്ളാഹുവിന് പിതാവില്ല എന്നും ശക്തിയുക്തം പ്രഖ്യാപിക്കുകയാണ്. ഇതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സുന്നികളോടും സുന്നി പണ്ഡിതന്മാരോടും പ്രത്യേകിച്ച് പേരോട് ഉസ്താദിനോടുമുള്ള വെറുപ്പ് കൊണ്ട് അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്ന വാദത്തിലേക്ക് കുരുവട്ടൂരി ത്വരീഖത്തുകാർ അഥവാ ഇബ്ലീസു ത്വരീഖത്തുകാർ എത്തിപ്പെട്ടിരിക്കുന്നത്. അതിന്റെ പ്രഖ്യാപനമായിരുന്നു ഇന്നലെ അരീക്കോട് വെച്ച് ഇബ്ലീസു ത്വരീഖത്തിന്റെ മുഖ്യ കോളാമ്പിയായ നൗഷാദ് വട്ടൂരി നടത്തിയിരിക്കുന്നത്. പേരോട് ഉസ്താദിനെ പോലെ ജിഫിരി മുത്തുക്കോയ തങ്ങളെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഭാര്യ ഭർത്തൃബന്ധം മുഖേന അല്ലാഹു തആല നമുക്ക് തന്ന കുട്ടിയാണ് നമ്മുടെ സന്താനം. നമുക്ക് ലഭിച്ചതൊക്കെ തരുന്നത് അല്ലാഹുവാണ്. അതിന്റെ സൃഷ്ടാവ് അല്ലാഹുവാണ്. അണുക്കൾ മുഖേനയാണ് അല്ലാഹു തആല നമുക്ക് രോഗം തരുന്നത്. ഡോക്ടർ മുഖേനയാണ് ആ രോഗം സുഖപ്പെടുത്തുന്നത്. ഇതുപോലെ അഭൗതികമായ സഹായങ്ങൾ നമുക്ക് അല്ലാഹു നൽകുന്നത് ഔലിയാക്കൾ മുഖേനയാണ്, അമ്പിയാക്കൾ മുഖേനയാണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അതൊന്നും ശരിയല്ല. അവർക്ക് പേച്ചു പോയിരിക്കുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങളും പേരോട് ഉസ്താദും വഹാബികളായിരിക്കുന്നു എന്ന ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ട് കുരുവട്ടൂരി ഇബ്ലീസു തരീഖത്തുകാർ കുഫറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഈ മുഹമ്മദ് ആരാ? എന്റെ കുട്ടി. അങ്ങനെ എന്റെ കുട്ടിയാല് ഞാൻ ഉസ്താദ്. അങ്ങനെ ഈ ഉസ്താദ് ആയാലും അല്ലല്ലേ ഇതൊക്കെ? അനക്കെന്തായാലും പണി. അപ്പൊ അവനാന്റെ കാര്യം വരുമ്പോ ഒക്കെ വരും, മശായിഖിന്റെ കാര്യം വരുമ്പോ അല്ലയും. അത് നടക്കൂല. അതാ ഞങ്ങൾ പറഞ്ഞു വരും നിങ്ങളോട്. കേട്ടല്ലോ സഹോദരങ്ങളെ, മുഹമ്മദ് എന്ന കുട്ടി പേരോട് ഉസ്താദിന്റെ കുട്ടിയാണെന്ന് പറയാൻ പറ്റില്ല. അത് അള്ളാഹുവിന്റെ കുട്ടിയാണെന്ന് പറയണമെന്നാണ് ഇബ്ലീസ് ത്വരീഖത്തിന്റെ കോളാമ്പിയായ നൗഷാദ് പറയുന്നത്. എന്നാൽ സുന്നികൾ പറയുന്നത് പേരോട് ഉസ്താദ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് ഭാര്യ ഭർത്തൃ ബന്ധം മുഖേന അള്ളാഹു നമുക്ക് നൽകിയ കുട്ടി എന്നാണ്. അല്ലാതെ അള്ളാന്റെ സന്താനം എന്ന് പറയാൻ പാടില്ല. കാരണം അള്ളാഹ്ക്ക് സന്താനമില്ല. എന്നാൽ ഇവിടെ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന മക്കാ മുശ്രിക്കുകളുടെ വാദമാണ് ഇബ്ലീസ് ത്വരീഖത്തുകാർക്കുള്ളത്. അതാണ് ഇബ്ലീസ് ത്വരീഖത്തിന്റെ മുഖ്യ കോളാമ്പിയായ നൗഷാദ് കുരുവട്ടൂരി അരീക്കോട് വെച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പും അള്ളാഹു മുട്ടയിട്ടു, അള്ളാഹു ജ്യൂസ് കുടിച്ചു, അള്ളാഹു ഭക്ഷണം കഴിച്ചു തുടങ്ങിയ പല വികലവാദങ്ങളും ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. ചുമരിന്റെ പണിയെടുത്തു, ഇബ്രാഹിം നബി മുഖേന അള്ളാഹു പടുത്തു, കോഴി മുഖേന അള്ളാഹു മുട്ടയിട്ടു. ഈ ചങ്ങായിക്ക് സുഖമുള്ള ആദ്യം ഒന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അതിനൊരു പൊന്നാര കുതിരെ ഇതൊന്ന് നന്നാവ്, ഇവിടുന്നെങ്കിലും നല്ല നിലക്കൊന്ന് പറയാൻ നോക്ക് എന്ന രൂപത്തിൽ മൂപ്പർ ഉപദേശിച്ചിട്ടുണ്ട്. ഇവരുണ്ടാക്കി തീർത്ത ഒരു വലിയ അപകടം
അതുകൊണ്ട് അറിയാതെ പെട്ടുപോയവർ ആരെങ്കിലും ഇബ്ലീസ് ത്വരീഖത്തിലുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് പിന്മാറുന്നതാകും അവരുടെ ആഖിറ വിജയത്തിന് നല്ലതെന്ന് ഓർമ്മപ്പെടുത്തലോടെ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.